രേണുസുതി മോഹൻലാലിനോട് ലാലേട്ടൻ ആരാ എൻ്റെ തന്തയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് പല തമ്പനയിലും ഇട്ട് പലരും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അവരെ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. അവർ ഭയങ്കര ബഹുമാനത്തോടെ വളരെ ഇഷ്ടത്തോടെയൊക്കെയാണ് നിന്നിട്ടുള്ളത്, സംസാരിച്ചിട്ടുള്ളത്. പിന്നെ മോഹൻലാൽ ആ വീഡിയോ രേണുസുതി അവരുടെ ചാനലിലിട്ട വീഡിയോ, അതായത് ഞാൻ ഇതിലിങ്ങനെ വന്നിട്ടുണ്ട് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉള്ള വീഡിയോയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ അത് PR ടീമുകൾ ചെയ്യിക്കുന്ന പരിപാടിയാണ്. പുതിയതായിട്ടൊരു തുടങ്ങിയ സംഭവമായിരിക്കും ഈ ഒരു സീസൺ തൊട്ട്. പക്ഷെ എന്തായാലും അത് തുടക്കത്തിൽ തന്നെ പോയിട്ടുണ്ട്. ഇനി ആർക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള രേണുസുതിക്ക് ഇനി അങ്ങനെയുള്ള വീഡിയോസ് ഇടാനും പറ്റത്തില്ല. രേണുസുതിയുടെ ആൾക്കാർക്ക് ഇടാൻ പറ്റത്തില്ല. എന്തായാലും ഇതിൻ്റെ സകല കളികളും അല്ലെങ്കിൽ ഇതിൻ്റെ സകല ആൾക്കാരും ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. PR ടീമുകളെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കാശൊക്കെ ഇവർ കൊടുത്ത് ഇതിലേക്ക് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ കാശ് കിട്ടുന്നതിനനുസരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. എന്തായാലും മോഹൻലാലിനോട് അവർ വളരെ ബഹുമാനത്തോടെയൊക്കെ തന്നെയാണ്. പിന്നെ രേണുസുതിയെ എന്താ പറയുക, അക്ബർ വിളിച്ച അതിനെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. വളരെ മോശമാണ്. അവർ ഉള്ളതുപോലെ രേണുസുതി പറഞ്ഞിട്ടുണ്ട്. ചമ്മി നാറി ലാലേട്ട, ഞാൻ ഭയങ്കരമായിട്ട് നാണം കെട്ടു, ഒരുപാട് പേര് കാണുന്നതല്ലേ. അത് അങ്ങനെ തുറന്ന് പറഞ്ഞവർ ആരായാലും അങ്ങനൊരു പേര് കേൾക്കുമ്പോൾ അത് നമ്മളങ്ങനെ വിളിക്കുന്നത് ചമ്മി, നമ്മളങ്ങ് വല്ലാതായി പോവും. അത് അവർ തുറന്നു പറഞ്ഞു. അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നി. അവരങ്ങനെ പറയുന്നത് കേൾക്കും. ശരിയാണ്, അവരുടെ സ്ഥാനത്ത് വേറെ ആരായാലും ആ ഒരു സമയത്ത് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളായാലും വല്ലാത്തൊരു അവസ്ഥയിലോട്ടായി പോകും. അതവർ തുറന്നു പറയുന്നുണ്ട്. അതിന് ലാലേട്ടൻ അദ്ദേഹത്തെ വഴക്കും പറയുന്നുണ്ട്. വഴക്കെന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും ഇല്ല, തുടക്കമല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ആരെയും അങ്ങനെ വേദനിപ്പിക്കുന്ന തരത്തിലൊന്നും പറയുന്നില്ല. എന്നാൽ അത് വളരെ മോശമാണെന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ നടന്നത്. പിന്നെ പലർക്കും ഗെയിമിനെക്കുറിച്ച് ശരിക്കും മനസ്സിലായിട്ടില്ല. പലരും കണ്ടിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. ചിലരൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ കേട്ട് ചില എന്താ പറയുക, വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും വന്നിട്ടുള്ളത്. പക്ഷെ ഗെയിം എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് കളിക്കേണ്ടത്, മൈൻഡ് ഗെയിം എങ്ങനെയാണ്, ഇതൊന്നും അറിയത്തില്ലാത്ത കുറേ ആൾക്കാരാണ്. അനുമോള്, അതുപോലെ അപ്പാനി ശരത്ത്. അപ്പാനി ശരത്തിൻ്റെ അത് ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഒരിടത്ത് ചെന്ന് വേറെ രീതിയിൽ പറയും. അവരെക്കുറിച്ച് തന്നെ അവരുടെ അടുത്ത് നിന്ന് നല്ലത് പറയും. അങ്ങനെയൊക്കെ അനുമോളെയൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പാനി ശരത്താണ് ഏറ്റവും മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്നലെ മോഹൻലാലിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ബിഗ് ബോസിൽ മറ്റാർക്കും വോട്ട് കൊടുക്കത്തില്ല, രേണുസുതിക്ക് വോട്ട് ചെയ്യും. എൻ്റെ എല്ലാ ഫോണിൽ നിന്ന് രേണുസുതിക്ക് വോട്ട് കൊടുക്കും. കാരണം വേറൊന്നുമല്ല, അവരെ റീച്ചിന് വേണ്ടിയിട്ട് അവർ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലരും വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ മനുഷ്യർക്കും ഓരോ കുറവുകളുണ്ട്. അതുപോലെ കുറവുകളൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് അവർ. കുറ്റം പറയാനൊന്നുമില്ലാത്ത മനുഷ്യർ കുറവാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ സപ്പോർട്ടും രേണുസുതിക്കായിരിക്കും. തൊട്ട് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് കമൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക.